ജൂപ്പിറ്റർ എങ്ങനെ യൂസ് ചെയ്യാം, അതിൻ്റെ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൈത്തണിന്റെ ബേസിക് ആയിട്ടുള്ള വേരിയബിൾസ് ആൻഡ് ഡാറ്റ ടൈപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് വേരിയബിൾസ് ആൻഡ് ഡാറ്റ ടൈപ്സ് നോക്കാം. ഫസ്റ്റ് വേരിയബിൾസിന്റെ ഡെഫിനിഷൻ നോക്കാം. A variable is a named storage location in memory that holds a value which can be modified during program execution. അതായത് ഒരു വേരിയബിൾ എന്താണെന്ന് വെച്ചാൽ ഒരു വാല്യൂ അല്ലെങ്കിൽ ഡാറ്റ നമ്മൾ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്നതിനെയാണ് വേരിയബിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ എക്സ് എടുത്തു. എക്സ് ഒരു വേരിയബിൾ ആണ്. ആ എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് ഞാനൊരു വാല്യൂ കൊടുക്കുകയാണ്. എക്സ് ഈക്വൽ ടു 10 ഞാൻ കൊടുത്തു കഴിഞ്ഞു. അപ്പൊ ഈ 10 എന്ന് പറഞ്ഞ വാല്യൂ ഞാൻ എക്സ് എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാണ്. അപ്പൊ എന്തായി, ഈ എക്സ് എന്ന് പറഞ്ഞ വേരിയബിളിന്റെ വാല്യൂ എന്താണ്, 10 ആണ്. അങ്ങനെ ഞാൻ അവിടെ അസൈൻ ചെയ്ത് കൊടുത്തു. അതാണ് അവിടെ വേരിയബിൾ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ ഞാൻ എക്സാമ്പിൾ ആയിട്ട് വേരിയബിൾ തന്നിട്ടുണ്ട്. ഏജ് ഈക്വൽ ടു 25. അതായത് ഏജ് എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് 25 എന്ന് പറഞ്ഞിട്ടുള്ള ഇന്റിജർ ഞാൻ കൊടുത്തു കഴിഞ്ഞു. അപ്പൊ ഏജ് 25 ആണ്. നെയിം ഈക്വൽ ടു സ്കൂൾ എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ നെയിം എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് എന്താണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്, സ്കൂൾ എന്ന് പറഞ്ഞിട്ടാണ് ഡാറ്റ ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണ് വേരിയബിൾസ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ വേരിയബിൾസ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ വേരിയബിളിന്റെ കേസിൽ ഒരിക്കലും നമ്മൾ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ആവശ്യമുള്ള സമയത്തൊക്കെ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഈ പ്രോഗ്രാം. അതായത് ആദ്യം ഞാനിപ്പോൾ എക്സ് ഈക്വൽ ടു 10 കൊടുത്തു. അതിനുശേഷം ഞാൻ 1-2 പ്രോഗ്രാം ഒക്കെ ചെയ്ത് പിന്നെ നെക്സ്റ്റ് ഞാൻ എക്സ് എന്ന് പറഞ്ഞ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് എന്ന് പറഞ്ഞ വാല്യൂ ഞാൻ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. അപ്പൊ എക്സ് ഈക്വൽ ടു 10 ആണ് അവിടെ വരിക. അപ്പൊ അതായത് ഒരിക്കലും നമ്മൾ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ എഗെയിൻ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടും നമുക്ക് എക്സ് എന്ന് പറഞ്ഞ വാല്യൂ അവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും, ഓൾറെഡി ഉണ്ടാവും. അപ്പൊ അതാണ് വേരിയബിളിന്റെ കേസിൽ പറയാനുള്ളത്. നെക്സ്റ്റ് ഇപ്പോ ഒരു വേരിയബിളിൽ നമ്മൾ ആദ്യമായിട്ട് വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുന്നത്, അതിനാണ് നമ്മൾ വേരിയബിൾ ഇനിഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ വേരിയബിളിനെ അസൈൻ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന സൈനാണ് ഈക്വൽ ടു സൈൻ. ഇവിടെ ഞാൻ മെൻഷൻ ഏജ് ഈക്വൽ ടു 25. ഈ ഈക്വൽ ടു സൈൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ വേരിയബിളിലേക്ക് ഒരു വാല്യൂ അസൈൻ ചെയ്യുന്നത്. ഈ ഈക്വൽ ടു സൈനിന്റെ റൈറ്റ് സൈഡിൽ വരുന്നത് ഡാറ്റയും ലെഫ്റ്റ് സൈഡിൽ വരുന്നത് വേരിയബിളും ആണ്. അതായത് റൈറ്റ് സൈഡിൽ ഇവിടെ നമ്മൾ ഡാറ്റാസ് കൊടുക്കുന്നു, ലെഫ്റ്റ് സൈഡിൽ വരുന്നത് വേരിയബിളിന്റെ നെയിം എന്താണോ നമ്മൾക്ക് ഇഷ്ടമുള്ള വേരിയബിൾ നെയിം കൊടുക്കുക. അതിന് ഈക്വൽ ടു ഇപ്പുറം വരുന്നത് നമ്മളെ ഡാറ്റ. നമുക്ക് ഏത് ഡാറ്റയാണോ ആ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യേണ്ടത് ആ ഡാറ്റയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതുപോലെ ഈ ഓരോ ഡാറ്റ എലമെന്റിനും അല്ലെങ്കിൽ വാല്യൂനും നമുക്ക് ഡാറ്റ ടൈപ്സ് ഉണ്ട്. ഓരോ ഡാറ്റക്കും ഓരോരോ ഡാറ്റ ടൈപ്സ് ആണ്. അത് നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിൽ പഠിക്കാൻ പോകുന്നുണ്ട്, ഡാറ്റ ടൈപ്സ്. നെക്സ്റ്റ് വരുന്നത് ഈ വേരിയബിൾ നെയിംസ് കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. കുറച്ച് കണ്ടീഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ വേരിയബിൾസിന് നെയിംസ് കൊടുക്കുന്നത്. അതില് ഫസ്റ്റ് കണ്ടീഷൻ ആണ് ആൽഫ ന്യൂമറിക് ക്യാരക്ടേഴ്സ്. അതായത് ആൽഫ ന്യൂമറിക് ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന വേരിയബിൾസിന് എപ്പോഴും ഒന്നുകിൽ ആൽഫബറ്റിക് അല്ലെങ്കിൽ ന്യൂമറിക് ക്യാരക്ടേഴ്സ് ആയിരിക്കണം. അതായത് ആൽഫബറ്റിക് നമുക്ക് ക്യാപിറ്റൽ ആൽഫബറ്റിക് A to Z വരെയുള്ളത് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ സ്മോൾ ലോവർ ലെറ്റർ A to Z യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 0 to 9 അല്ലെങ്കിൽ അണ്ടർസ്കോർ. ഈ നാലെണ്ണാണ് നമുക്ക് വേരിയബിൾ നെയിമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. A to Z ആൽഫബറ്റിക് ലോവർ ഓർ അപ്പർ കേസ്, 0 to 9 നമ്പേഴ്സ് അല്ലെങ്കിൽ അണ്ടർസ്കോർ. ഇതൊക്കെ വെച്ചിട്ട് നമുക്കൊരു വേരിയബിൾ നെയിംസ് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. അതിനുശേഷം നെക്സ്റ്റ് വരുന്നത് കേസ് സെൻസിറ്റീവ്. നെക്സ്റ്റ് പോയിന്റ് ആണ് കേസ് സെൻസിറ്റീവ്. ഈ കേസ് സെൻസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ ഓരോരോ വേരിയബിൾസും അതായത് ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ ഫസ്റ്റ് ഞാൻ നെയിം എന്ന് പറഞ്ഞ് ഇവിടെ നെയിം എന്ന് പറഞ്ഞു കൊടുത്തു. N ക്യാപിറ്റലും ബാക്കി AME സ്മോളും ആണ്. അപ്പൊ അത് ആ നെയിം എന്ന് പറഞ്ഞതിലേക്കാണ് ജോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡാറ്റ ഞാൻ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. എഗെയിൻ ഞാൻ നെക്സ്റ്റ് നെയിം എന്ന് പറഞ്ഞ് സെയിം നെയിം ബട്ട് കംപ്ലീറ്റ് ക്യാപിറ്റൽ ലെറ്റർ NAME ക്യാപിറ്റൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ഡിഫറെന്റ് ആയിരിക്കും.
അതായത് ഓരോന്നും ഡിഫറെന്റ് ആയിട്ടാണ് അവിടെ സ്റ്റോർ ചെയ്യുന്നത്. അതാണ് കേസ് സെൻസിറ്റീവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ 2 പോയിന്റ്സ് ഡിസ്കസ് ചെയ്ത്. ഫസ്റ്റ് വൺ ഈസ് ആൽഫ ന്യൂമറിക്കൽ ക്യാരക്ടേഴ്സ് ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് കേസ് സെൻസിറ്റീവ്. ആൻഡ് നെക്സ്റ്റ് പോയിന്റ് എന്താണ് പറയുന്നത്? സ്റ്റാർട്ട് വിത്ത് ലെറ്റർ ഓർ അണ്ടർസ്കോർ. അതായത് നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ അത് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഒന്നുകിൽ ലെറ്റർ അല്ലെങ്കിൽ അണ്ടർസ്കോർ. അത് ബേസ് ചെയ്തിട്ടായിരിക്കണം നമ്മളെ വേരിയബിൾ നെയിം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വരുന്ന പോയിന്റ് കനോട്ട് സ്റ്റാർട്ട് വിത്ത് നമ്പേഴ്സ്. ഒരിക്കലും ഒരു നമ്പർ വെച്ചിട്ട് നമുക്ക് വേരിയബിൾ നെയിം കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെയാണ് വേരിയബിൾ നെയിംസ് റൂൾസ് വരുന്നത്. 4 കണ്ടീഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ ആൽഫ ന്യൂമറിക് ക്യാരക്ടേഴ്സ് ആൻഡ് ദ സെക്കൻഡ് വൺ കേസ് സെൻസിറ്റീവ്, തേർഡ് വൺ സ്റ്റാർട്ട് വിത്ത് ലെറ്റർ ഓർ അണ്ടർസ്കോർ ആൻഡ് ദ നെക്സ്റ്റ് വൺ കനോട്ട് സ്റ്റാർട്ട് വിത്ത് നമ്പേഴ്സ്. ഓക്കെ, ഇപ്പൊ മനസ്സിലായെന്ന്. ഒരു വേരിയബിൾ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യേണ്ടതെന്ന്, വേരിയബിൾ നെയിം നമ്മൾ എങ്ങനെ കൊടുക്കണം എന്നുള്ളത് ഇപ്പൊ മനസ്സിലായെന്ന് വരുന്നു. അടുത്തത് നെക്സ്റ്റ് നമുക്ക് ഡാറ്റ ടൈപ്സിലേക്ക് പോകാം. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൈത്തണിലെ ബേസിക് ആയിട്ടുള്ള ഡാറ്റ ടൈപ്സിനെ കുറിച്ചാണ്. ബേസിക് ഡാറ്റ ടൈപ്സ്. ദ ഫസ്റ്റ് വൺ ഈസ് ഇൻഡിജർ. ഇൻഡിജർ എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റോർ ദ ഹോൾ നമ്പേഴ്സ്. അതായത് എല്ലാ നമ്പേഴ്സിനെയും സ്റ്റോർ ചെയ്യാനാണ് നമ്മൾ ഇൻഡിജർ എന്ന് യൂസ് ചെയ്യുന്നത്. ഈ ഇൻഡിജറിനെ റെപ്രസെന്റ് ചെയ്യുന്ന INT, അതായത് ഇന്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. ഇൻഡിജർ, ഇന്റ്. അതിൽ നമുക്ക് ഇപ്പൊ ഏജ് ഈക്വൽ ടു 25 കൊടുത്തു. അപ്പോൾ ഏജ് ഈക്വൽ ടു 25 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂസ്. 25 എന്താണ്? ഒരു ഇൻഡിജർ ആണ്. അവിടെ നമുക്ക് പോസിറ്റീവും യൂസ് ചെയ്യാം, നെഗറ്റീവും യൂസ് ചെയ്യാം. ഇൻഡിജർ ആയിരിക്കണം. അതാണ് ഒരു നമ്പേഴ്സ് യൂസ് ചെയ്യുന്നതിനാണ് ഇൻഡിജർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് ആണ്. ഫ്ലോട്ടിംഗ് പോയിന്റ്സ്, അത് നമ്മൾ ഫ്ലോട്ട് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. അതായത് സ്റ്റോർസ് വിത്ത് ഡെസിമൽ നമ്പേഴ്സ്. ഡെസിമൽ പോയിന്റ് വൈസുള്ള നമ്പേഴ്സിനെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫ്ലോട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഫ്ലോട്ട് ഡാറ്റ ടൈപ്സ് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് ഞാൻ കൊടുത്തു. ഇപ്പൊ പൈ എന്ന് പറഞ്ഞ വാല്യൂസ് അത് 3.14 ആണ്. അവിടെ പോയിന്റ് വന്നില്ലേ? അപ്പൊ പോയിന്റ് ബേസ് ചെയ്തിട്ടുള്ളതിനാണ് ഡെസിമൽ പോയിന്റ്സ്. ഡെസിമൽ പോയിന്റ്സ് വരുന്നത് ഫ്ലോട്ടിംഗ് ഡാറ്റ ടൈപ്സ്. And the next one is Boolean. Boolean എന്ന് പറയുന്നത് represents true or false. ഒന്നുകിൽ true അല്ലെങ്കിൽ false എന്ന് പറയുന്നത് ഡാറ്റ വരുന്നതിനെയാണ് നമ്മൾ ബൂളിയൻ ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. ബൂളിയൻ ഡാറ്റ ടൈപ്സിനെ ബൂൾ എന്ന് പറഞ്ഞിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടെ ഇത് എക്സാമ്പിൾ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈസ് ആക്റ്റീവ് ഈക്വൽ ടു ട്രൂ. അപ്പൊ അവിടെ ട്രൂ ആണ് വന്നിട്ട്, അപ്പൊ അതൊരു ബൂളിയൻ ഡാറ്റ ടൈപ്സ് ആണെന്ന് നമുക്ക് പറയാം. And the next one is string. String എന്ന് വെച്ചാൽ stores the text or characters. അതായത് നമ്മൾ ഒരു നെയിം അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് ഇങ്ങനെയൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്ട്രിംഗ് ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു വേർഡ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നു, അപ്പൊ വേർഡ്സ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അതൊരു സ്ട്രിംഗ് ആണ്. അതാണ് സ്ട്രിംഗ് ഡാറ്റ ടൈപ്സ്. ഇതുപോലെ തന്നെ നമ്മളൊരു സ്ട്രിംഗ് ഡാറ്റ ടൈപ്സ് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ടൈമിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ടത് നമ്മൾ കോളൻ യൂസ് ചെയ്യണം. ഡബിൾ കൊട്ടേഷനിൽ സിംഗിൾ കൊട്ടേഷന്റെ ഉള്ളിലാണ് നമ്മൾ ടെക്സ്റ്റ് പൈത്തണിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് ഡാറ്റ ടൈപ്സിൽ ഉള്ളത്. അപ്പൊ ഞാൻ ഇന്ന് വേരിയബിൾസും എക്സ്പ്ലെയിൻ ചെയ്തു, ഡാറ്റ ടൈപ്സും എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി നെക്സ്റ്റ് നമുക്ക് ഇത് പൈത്തൺ ജുപ്പിറ്ററിൽ എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുന്നത് എന്ന് കാണിച്ചു തരാം. നെക്സ്റ്റ് നമുക്ക് ജുപ്പിറ്റർ നോട്ട്ബുക്ക് എടുക്കാം. ഓക്കെ, നമ്മളിവിടെ ജുപ്പിറ്റർ നോട്ട്ബുക്ക് ഫസ്റ്റ് പേജ് ഓപ്പൺ ചെയ്തു വന്നു. അപ്പൊ ആദ്യം നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു ഇവിടെ നമുക്ക് നെയിംസ് റീനെയിം ചെയ്യാം. അപ്പൊ ഇവിടെ നമ്മുടെ നെയിം ഇതിപ്പോ ഡാറ്റ ടൈപ്സ് അല്ലേ, ഡാറ്റ ടൈപ്സ് എന്ന് റീനെയിം ചെയ്തു. അപ്പൊ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഫയൽ എടുക്കാമല്ലോ. അപ്പൊ അതിനവിടെ നെയിം ചെക്ക് ചെയ്തു. ഫസ്റ്റ് ഇപ്പോൾ ഇൻറ്റിജർ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് കൊടുക്കുന്നത്. ഇൻറ്റിജർ ഫസ്റ്റ് ഒരു ഇൻറ്റിജർ എങ്ങനെയാണോ, ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്പറാണ്. അപ്പൊ a ഈക്വൽ ടു 10. ഇവിടെ ഇപ്പൊ a എന്ന് പറഞ്ഞൊരു വേരിയബിളിലേക്ക് 10 എന്ന് പറഞ്ഞൊരു വാല്യൂ ആണ് ഞാൻ അവിടെ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. കൺട്രോൾ എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ കൺട്രോൾ പ്ലസ് എൻ്റർ റൺ ചെയ്തു.
അതിനുശേഷം പ്രിന്റ് ഓഫ് എ. ഇനി റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ എ എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്ത് വരും. അപ്പൊ ഫസ്റ്റ് പ്രോഗ്രാം എ ഈക്വൽ ടു 10 കൊടുത്തു. നെക്സ്റ്റ് ഞാൻ എ പ്രിന്റ് ചെയ്യുമ്പോൾ 10 ആണ് അവിടെ വന്നിട്ടുള്ളത്, ഔട്ട്പുട്ട് ആയിട്ട് 10 കിട്ടി. ഇനി ഈ ഡാറ്റ ടൈപ്സ് എങ്ങനെയാണെന്ന് എന്താണെന്ന് ചെക്ക് ചെയ്യുക. അതിനു വേണ്ടി നമ്മൾ പൈത്തണിൽ യൂസ് ചെയ്യുന്നതാണ് ടൈപ്പ് കോഡ്. അപ്പോൾ നെക്സ്റ്റ് പ്രിന്റ് ഓഫ് ടൈപ്പ് ഓഫ് എ. അപ്പൊ നമുക്ക് ഇവിടെ കണ്ട ഇന്റിജർ എന്ന് പറഞ്ഞ് കണ്ടു. അതായത് നമ്മുടെ ഡാറ്റ ടൈപ്സ് എന്താണ്? ഇന്റിജർ ആണ്. അതാണ് അവിടെ ഔട്ട്പുട്ടിൽ വന്നിട്ടുള്ളത്. ഇതാണ് ഒരു ഇന്റിജർ ബേസ് ചെയ്തിട്ട് ഇപ്പൊ നെക്സ്റ്റ് ഞാൻ x ഈക്വൽ ടു 5 then print of x. അപ്പൊ 5 എഗെയിൻ ഞാൻ മുന്നേ പറഞ്ഞായിരുന്നു എ എന്ന് പറഞ്ഞ് ഞാൻ ഓൾറെഡി സ്റ്റോർ എ ഈക്വൽ ടു ഒരു തവണ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മളിപ്പോ ഒരു പ്രോഗ്രാം എഴുതി പിന്നെ നെക്സ്റ്റ് എഗെയിൻ ഞാൻ എ എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യുന്നു. അപ്പോഴും സെയിം വാല്യൂ ഓൾറെഡി എന്താണോ സ്റ്റോർ ചെയ്തത് അതാണ് നമുക്ക് ഇവിടെ വരിക. ഇപ്പൊ എ ഞാൻ ഓൾറെഡി കൊടുത്തു, നെക്സ്റ്റ് എക്സ് കൊടുത്തു, നെക്സ്റ്റ് പിന്നെയും എ കൊടുത്തപ്പോഴെന്താ മുന്നേ ഞാൻ സ്റ്റോർ ചെയ്ത അതേ വാല്യൂ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ ഇതാണ് ഇന്റിജർ ഡാറ്റ ടൈപ്സ്. നെക്സ്റ്റ് നമുക്ക് ഫ്ലോട്ട് നോക്കാം. ഫ്ലോട്ടിംഗ് പോയിന്റ്. ഫ്ലോട്ട് എന്താണ്? ഡെസിമൽ പോയിന്റ്സ് വരുന്നതാണ് ഫ്ലോട്ട്. അപ്പൊ എ എന്ന് പറഞ്ഞ എ ഈക്വൽ ടു 5.5. ഇനി ഞാൻ കൺട്രോൾ പ്ലസ് എൻ്റർ റൺ ചെയ്തു. നെക്സ്റ്റ് പ്രിന്റ് ഓഫ് എ. അപ്പൊ ഇവിടെ 5.5 ആയി. അതായത് മുന്നേ കൊടുത്ത എ ഈക്വൽ ടു 10 അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഞാൻ എ ഈക്വൽ ടു 5.5 കൊടുത്താൽ എന്റെ വാല്യൂ മാറി, ചേഞ്ച് ആയി. എന്റെ വാല്യൂ ഇപ്പോൾ എന്താണ്? ഇപ്പൊ ഫ്ലോട്ട് 5.5 ആണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ എനിക്ക് ടൈപ്പ് ചെയ്യണം. എന്താണ് ഡാറ്റ ടൈപ്സ് ചെക്ക് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ പ്രിന്റ് ഓഫ് ടൈപ്പ് ഓഫ് എ. അപ്പൊ ഇവിടെ കണ്ട ഫ്ലോട്ട് എന്നാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയിട്ടുള്ളത്. അതാണ് നമ്മുടെ ഡാറ്റ ടൈപ്സ്, ഫ്ലോട്ടിംഗ് ടൈപ്സ് ആണ്. അപ്പൊ നമ്മളിപ്പോ ഇന്റിജർ നോക്കി, ഫ്ലോട്ട് ഒരു വാല്യൂ കൂടി ജസ്റ്റ് ഫ്ലോട്ടിൽ നമുക്ക് ചെയ്യാം. 2.3 then print of b then ടൈപ്പ് ചെക്ക് ചെയ്യാൻ വേണ്ടി print of type of b. നമ്മൾ റൺ ചെയ്യുന്നു. അപ്പൊ റൺ ചെയ്യുമ്പോൾ അത് നമുക്ക് ഇവിടെ ഫ്ലോട്ട് വന്നു, ഔട്ട്പുട്ട് ബിന്റെ വാല്യൂ 2.3 എന്ന് പറഞ്ഞ ഔട്ട്പുട്ടും കിട്ടി. അപ്പൊ ഇത് രണ്ടാണ്. അപ്പൊ ഈ രണ്ട് ഡാറ്റ ടൈപ്സ് നമ്മൾ നോക്കി. ഇനി നെക്സ്റ്റ് വരുന്നത് സ്ട്രിങ് ആണ്. സ്ട്രിങ്ങിന്റെ കേസിൽ ഇപ്പൊ ഫസ്റ്റ് സ്ട്രിങ് എഴുതാം. സ്ട്രിങ്ങിന് നമ്മൾ str എന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത്. അപ്പൊ സ്ട്രിങ്ങിന്റെ കേസിൽ ഫസ്റ്റ് ഞാൻ നെയിം ഈക്വൽ ടു സ്ട്രിങ് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. സ്ട്രിങ് ക്യാരക്ടറിലെ ടെക്സ്റ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പൈത്തണിൽ എപ്പോഴും നമ്മൾ കൊട്ടേഷൻസ് യൂസ് ചെയ്യണം. ഒന്നുകിൽ ഡബിൾ കൊട്ടേഷൻ അല്ലെങ്കിൽ സിംഗിൾ കൊട്ടേഷൻ. എന്നാൽ മാത്രമേ ക്യാരക്ടേഴ്സ് അതിലേക്ക് സ്റ്റോർ ചെയ്യാൻ പോകുന്നുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് എറർ ആണ് ഷോ ചെയ്യുക. അപ്പൊ ഫസ്റ്റ് ഞാനിവിടെ ഇപ്പോ എന്താണ് ഹെല്ലോ എന്ന് പറഞ്ഞ് കൊടുത്തു. നെയിം ഈക്വൽ ടു ഹെല്ലോ എന്ന് പറഞ്ഞ ക്യാരക്ടർ എനിക്ക് ഈ നെയിമിലേക്ക് സ്റ്റോർ ചെയ്യണം. അപ്പോ ഹെല്ലോ കൊടുത്തപ്പോ നെക്സ്റ്റ് പ്രിന്റ് ഓഫ് നെയിം ആണ് എന്റെ വേരിയബിൾ നെയിം ഹെല്ലോ. അപ്പൊ ഹെല്ലോ എന്ന് പറഞ്ഞ് ഇവിടെ പ്രിന്റ് ചെയ്തു. നെക്സ്റ്റ് ഈ നെയിം ഇപ്പൊ ഞാൻ കൊടുത്തിട്ടുള്ളത് ഏത് ടൈപ്പ് ആണെന്ന് ചെക്ക് ചെയ്യണം. അതിനു വേണ്ടി എന്താ ചെയ്യാം? പ്രിന്റ് ഓഫ് ടൈപ്പ് ഓഫ് നെയിം. ഇപ്പൊ നമുക്ക് കണ്ട സ്ട്രിങ് എന്ന് പറഞ്ഞ ഇവിടെ കണ്ടു. അപ്പൊ ഇങ്ങനെയാണ് സ്ട്രിങ്ങിന്റെ കാര്യം. അപ്പൊ ഇവിടെ സ്ട്രിങ് കൂടി നമ്മൾ ചെക്ക് ചെയ്തു. ഫസ്റ്റ് നമ്മൾ ഇന്റിജർ ചെക്ക് ചെയ്തു, ഫ്ലോട്ട് ചെക്ക് ചെയ്തു, ദെൻ സ്ട്രിങ് ചെക്ക് ചെയ്തു. സ്ട്രിങ് എന്ന് പറയുന്നത് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ടെക്സ്റ്റ്. നെക്സ്റ്റ് വരുന്നത് ലാസ്റ്റ് വണ് നമ്മൾ നോക്കിയത് ബൂളിയൻ ആണ്. ബൂളിയനെ നമ്മൾ ബൂൾ എന്ന് പറഞ്ഞിട്ടാണ് അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പൊ ബൂളിയന്റെ കേസ് എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്ന് പറഞ്ഞ് കാണിക്കുന്നതിനാണ് ബൂളിയൻ ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് ഞാനിവിടെ പൈത്തൺ എന്ന് പറഞ്ഞൊരു വേരിയബിളിലേക്ക് ട്രൂ എന്ന് പറഞ്ഞു കൊടുത്തു. ട്രൂ. ദെൻ ജാവ എന്ന് പറഞ്ഞൊരു വേരിയബിളിലേക്ക് ഫോൾസ് കൊടുത്തു.
ഫോൾസ്. അതിനുശേഷം എന്താ ഇപ്പൊ പ്രിന്റ് ഓഫ് ടൈപ്പ് ഓഫ് പൈത്തൺ, പ്രിന്റ് ഓഫ് ജാവ. അപ്പൊ നമുക്കിവിടെ ട്രൂ ഫോൾസ് എന്ന് പ്രിന്റ് ചെയ്ത് തന്നു. അതിന്റെ ഈക്വൽ ടു സൈൻ്റെ ഇപ്പുറമുള്ള അതാണ് നമ്മൾ സ്റ്റോർ ചെയ്തത്. ഇനി ഇതിന്റെ ടൈപ്പ് ചെക്ക് ചെയ്യാൻ വേണ്ടി പ്രിന്റ് ഓഫ് ടൈപ്പ് ഓഫ് പൈത്തൺ, പ്രിന്റ് ഓഫ് ടൈപ്പ് ഓഫ് ജാവ. അപ്പൊ നമുക്കിവിടെ കാണാം രണ്ടും ട്രൂവും ഫോൾസും വരുന്നതാണ് ബൂളിയൻ. നമ്മുടെ ഡാറ്റ ടൈപ്സ് എന്താണ്? ബൂളിയൻ ഡാറ്റ ടൈപ്സ് ആണ്. അപ്പൊ 4 ഡാറ്റ ടൈപ്സും ബേസിക് ആയിട്ട് പൈത്തണിൽ വരുന്ന 4 ഡാറ്റ ടൈപ്സ് ആണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഇൻറ്റിജർ എക്സ്പ്ലെയിൻ ചെയ്തു, നെക്സ്റ്റ് ഫ്ലോട്ട് എക്സ്പ്ലെയിൻ ചെയ്തു, നെക്സ്റ്റ് സ്ട്രിംഗ് എക്സ്പ്ലെയിൻ ചെയ്തു, നെക്സ്റ്റ് ബൂളിയൻ എക്സ്പ്ലെയിൻ ചെയ്തു. ഈ 4 ഡാറ്റ ടൈപ്സും നമ്മൾ ചെക്ക് ചെയ്യണം. ടൈപ്സ് എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്? ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള കോഡ് ബേസ് ചെയ്തിട്ടാണ് ടൈപ്സ് വെക്കുന്നത്. അതുപോലെ തന്നെ വേരിയബിൾസ് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നും പറഞ്ഞു. നെക്സ്റ്റ് ജസ്റ്റ് വേരിയബിൾ നെയിമിന്റെ കുറച്ച് കണ്ടീഷൻസ് ഞാൻ മുന്നേ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. ആ കണ്ടീഷൻ ബേസ് ചെയ്ത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം എങ്ങനെയാണ് വേരിയബിൾ നെയിം കൊടുക്കുന്നതെന്ന്. ഫസ്റ്റ് അവിടെ പറഞ്ഞിട്ടുള്ളത് ആൽഫ ന്യൂമറിക്കൽ ക്യാരക്ടർ ആയിരിക്കണം. അതായത് ആൽഫബറ്റിക് നമ്പേഴ്സ് അണ്ടർസ്കോർ ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ അണ്ടർസ്കോർ വെച്ചല്ലെങ്കിൽ നമ്പേഴ്സ് ആൽഫബറ്റിക് വെച്ചിട്ടാണ് നമ്മൾ വേരിയബിൾ നെയിം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഒന്നിക്കും നമുക്കിപ്പോ എ വെച്ചിട്ട് ഇങ്ങനെ എന്തെങ്കിലും വേരിയബിൾ നെയിം കൊടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് അണ്ടർസ്കോർ വെച്ചിട്ട് ഇപ്പൊ ഇതൊരു വേരിയബിൾ നെയിം ആണ്. ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഇതിനുള്ളിലേക്ക് നമുക്ക് വാല്യൂസ് കൊടുക്കാം. അതുപോലെ തന്നെ ഇപ്പൊ നെയിം ഈക്വൽ ടു നെയിം എന്ന് പറഞ്ഞ് നമ്മളൊരു വേരിയബിൾ നെയിം കൊടുത്തു. അപ്പൊ അതിൻ്റെ ഉള്ളിൽ ഇപ്പൊ അബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നെയിം ഞാൻ സ്റ്റോർ ചെയ്തു, എൻ്റർ ചെയ്തു. ദെൻ പ്രിന്റ് ഓഫ് നെയിം കൊടുത്തു കഴിഞ്ഞാൽ അബി എന്ന് പറഞ്ഞാൽ അവിടെ പ്രിന്റ് ചെയ്യും. നെക്സ്റ്റ് ഞാൻ ഇതേ നെയിം കംപ്ലീറ്റ് ക്യാപിറ്റലിലേക്ക് കൊടുക്കുകയാണ്. ഈക്വൽ ടു ദെൻ അഖിൽ എന്ന് പറഞ്ഞു കൊടുത്തു. പ്രിന്റ് ഓഫ് നെയിം. അപ്പൊ അഖില് പ്രിന്റ് ചെയ്തു. അതായത് ഇത് കേസ് സെൻസിറ്റീവ് ആണ്, ഡിഫറെന്റ് ആയിട്ടാണ്. ഇപ്പൊ നെയിം ക്യാപിറ്റല് സ്മോള് കൊടുത്താലും എല്ലാം ഡിഫറെന്റ് ആയിട്ടാണ് അവിടെ സ്റ്റോർ ചെയ്ത് പോകുന്നത്. അതാണ് കേസ് സെൻസിറ്റീവ്. അപ്പൊ എങ്ങനെയൊക്കെയാണ് നമ്മുടെ വേരിയബിൾ നെയിം ഡിക്ലെയർ ചെയ്യുന്നത്? നമ്മൾ ഒരിക്കലും ഒരു വേരിയബിൾ നെയിം ഒരിക്കലും നമ്പേഴ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. ഒന്നുകിൽ അണ്ടർസ്കോർ അല്ലെങ്കിൽ ആൽഫബറ്റിക്. അപ്പൊ ഇതൊക്കെയാണ് വേരിയബിൾ നെയിംസ് കൊടുക്കുമ്പോൾ കുറച്ച് റൂൾസ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഇത്രയൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തോ ഒന്നുകൂടി പറയാം. വേരിയബിളിനെ കുറിച്ച് പറഞ്ഞു, വേരിയബിൾ നെയിംസ് എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത്, അതിന്റെ കണ്ടീഷൻസ്, റൂൾസ് പറഞ്ഞു. അതിനുശേഷം ബേസിക് ആയിട്ടുള്ള ഡാറ്റ ടൈപ്സ് ഇൻറ്റിജർ, ഫ്ലോട്ട്, സ്ട്രിംഗ് ആൻഡ് ബൂളിയൻ ഈ 4 കൂടിയാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ